This is Beyond Sports. Accept the unaccepted. നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് കേൾക്കുന്നൊരു വാർത്ത എന്ന് പറയുന്നത് അർജന്റീന വീണ്ടും കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഒരു തവണ വന്നു, രണ്ടാമത്തെ തവണ വരും കേരളത്തിലേക്ക്. അത് ഭയങ്കര സന്തോഷമുള്ളൊരു വാർത്തയാണ് കേൾക്കുന്നത്. കാര്യം അർജന്റീന ഈ കേരളത്തിൽ ഏറ്റവും അധികം ഫാൻസുള്ള ഒരു ടീമാണ് അർജന്റീന. അവർ കേരളത്തിലേക്കൊന്ന് വരുന്നത് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ ഫുട്ബോൾ പ്രേമിയൊക്കെ ചെറുപ്പക്കാർക്ക് ഭയങ്കര ആവേശമാണ്. ഈ വാർത്ത കേട്ടിട്ടെല്ലാവരും ഭയങ്കര ആവേശം കൊണ്ട് മെസ്സിയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി അവരിങ്ങനെ തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. അവരെന്തൊക്കെ ചെയ്ത് സ്വീകരിക്കുക എന്നുള്ള ആലോചനയാണല്ലോ. പക്ഷേ അവരൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു 10-18 വർഷം മുമ്പ് പെലെ വന്നതാണ്. പെലെ അന്ന് പോയിട്ടുണ്ട്. അന്ന് ഇതുപോലെയാണ്. അന്നത്തെ കായിക മന്ത്രി പെലെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുമ്പോൾ ഇതുപോലെ മലപ്പുറത്തു നിന്നൊക്കെ ആൾ ഒഴുകിയെത്തുകയാണ്. അവസാനം പെലെ ഇത് അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. അർജന്റീനക്കാർക്ക് മന്ത്രി മെയിൽ ചെയ്തു. അത് ഓൾറെഡി, അതായത് അർജന്റീന അംബാസിഡർക്ക് നമുക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ ഒരു മെയിൽ ചെയ്തായിരുന്നു. അതിന് റിപ്ലൈ വന്നു എന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെയാണ് എന്താണ് കാര്യങ്ങൾ ഇതുവരെ അറിയില്ല. പെലെ വന്ന പോലെയാണെന്ന് പറഞ്ഞില്ല. അതുപോലെ തന്നെ അതിനുശേഷം, അതായത് കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വേൾഡ് കപ്പ്, നെയ്മർക്ക് പരിക്ക് പറ്റുന്നൊരു വേൾഡ് കപ്പ് ഉണ്ടായിരുന്നല്ലോ, 2014. ആ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ നെയ്മർ കേരളത്തിൽ വന്നു. കോട്ടയ്ക്കൽ, മലപ്പുറത്ത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ചികിത്സയ്ക്കായിരുന്നു. അതും അന്നത്തെ മന്ത്രി, സർക്കാർ ഒഫീഷ്യൽസ് തന്നെയാണ് പറഞ്ഞത്. അവരിങ്ങനെ താല്പര്യം അറിയിച്ചിട്ടുണ്ട്, ഇപ്പോൾ വരും. കോട്ടയ്ക്കൽ ഒരുങ്ങി മലപ്പുറത്താണ്. പ്രത്യേകിച്ച് ഭയങ്കരമായി നെയ്മർ സ്വീകരിക്കാൻ ആരാധനയൊക്കെ വന്നു. നെയ്മർ പിന്നെ അങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. നെയ്മർ ചികിത്സയ്ക്ക് പോയി, അത് എവിടെയാണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഈ കേൾക്കുന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത് മനസ്സിലായി. എത്ര കോടി രൂപ ഇതിനു വേണ്ടി ചിലവാക്കേണ്ടി വരും? ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2023, കഴിഞ്ഞ വർഷം ജൂണിൽ ജക്കാർത്തയിൽ ഇന്തോനേഷ്യ അവരുടെ കളി വരുന്നത്, അർജന്റീന കളി. അന്ന് മെസ്സി ഇല്ലാതെ 42 കോടി രൂപയാണ്. പക്ഷെ അതിൽ ഇന്തോനേഷ്യ ടീമായിട്ടല്ല അവർ കളിച്ചത്. അല്ല, അന്ന് ഓസ്ട്രേലിയയുമായിട്ട് ഒരു ഫ്രണ്ട്ലി ആണ്. അതെ. അപ്പം 42 കോടി രൂപ ഈ മെസ്സി ഇല്ലാത്ത ഈ ടീമിന് വേണ്ടി മാത്രം ചിലവഴിക്കുന്നു. ഏതാണ്ട് ആ തുക തന്നെ കൊടുക്കേണ്ടത്. മെസ്സി കൂടെ വരികയാണെങ്കിൽ അത് 50 കോടിക്ക് അടുപ്പിച്ച്, അല്ലെങ്കിൽ 45-50 കോടിയാണ്. ഈ 50 കോടി രൂപ എവിടെ നിന്ന് കൊടുക്കും? അതെ, കേരളത്തിൽ എത്ര സ്പോൺസർഷിപ്പ് പിടിച്ചാലും 50 കോടി രൂപയുടെ പൈസ ഉണ്ടാക്കി ആ ടീം കൊടുക്കാൻ പറ്റില്ല. അത് മാത്രമാണ് ചിലവ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ ടീമിനൂടെ കളിക്കണമെന്നല്ല. അത്രയും ശക്തമായ ടീം, അത് ഏഷ്യൻ ടീം ഏതെങ്കിലും, അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ ടീം, യൂറോപ്യൻ ടീമുകളാണെങ്കിലും. അർജന്റീനയ്ക്ക് 42 കോടി കൊടുക്കുമ്പോൾ എങ്ങനെ പോലും 30 കോടി രൂപയ്ക്ക് മുകളിൽ അടുത്ത് കളിക്കാൻ വരുന്ന ടീമിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏതാണ്ട് 70 കോടിക്ക് മേളിലായി. ഒരു 100 കോടി രൂപയുടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഈ സംഭവം നടത്തിയെടുക്കാം. അപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന് ഒരു വർഷം ചിലവിന് കൊടുക്കുന്നത് കഴിഞ്ഞ ബഡ്ജറ്റിൽ, ഏറ്റവും കഴിഞ്ഞ ബഡ്ജറ്റ് 39 കോടി, 39.5 കോടി രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റ് സ്പോർട്സ് കൗൺസിലിന് സംസ്ഥാനത്തെ സ്പോർട്സ് മുഴുവൻ നടത്താൻ കൊടുത്തത്. അവിടെയാണ് 100 കോടി രൂപയ്ക്ക് 80 കോടി. ഇത് നമ്മൾ കാണാത്തൊരു കണക്കെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ 2 ടീമിന് കൊടുക്കുന്ന കാശ്, ഇതിന് പുറമെ ഇത് സംഘടിപ്പിക്കാൻ സുരക്ഷ അതിന് വേണ്ടിയിട്ടുള്ള ചെലവുകൾ, അവർക്ക് 7 സ്റ്റാർ ഹോട്ടലിലെ താമസം, അങ്ങനത്തെ കുറെ ചെലവുകൾ വേറെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച് നടക്കുമ്പോൾ തന്നെ ഈ പോലീസിനെ വളണ്ടിയേഴ്സായിട്ട് നിർത്തിയിട്ട്, അല്ലെങ്കിൽ സുരക്ഷാ കാരണങ്ങളായി നിർത്തി, ആ കാശ് പോലും ബ്ലാസ്റ്റേഴ്സിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഇത്രയും കാലങ്ങളായിട്ട് കളി നടത്തി മത്സരങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ എമൗണ്ട് പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു മത്സരം വരികയാണെങ്കിൽ ഇതിന്റെ ഡബിൾ സുരക്ഷ വേണ്ടി വരും. ഡബിൾ സുരക്ഷ അല്ല, അവര് നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള സുരക്ഷ, Z+ കാറ്റഗറിക്ക് മേലുള്ള സുരക്ഷ അവർക്ക് കൊടുക്കേണ്ടി വരും. താമസിക്കുന്ന സ്ഥലം മുതൽ കളിക്കാൻ വരുന്ന സ്ഥലം വരെ കൊടുക്കേണ്ടി വരും. കളി ടിക്കറ്റ് വെച്ച് കളി, ഇനി എത്ര രൂപ ടിക്കറ്റ് വെച്ച് കളി നടത്തിയാലും കളി കാണാൻ ആളുണ്ടാവും. പക്ഷേ ഈ 42 കോടി രൂപ ടീമിന്, പിന്നെ അതിൻ്റെ ചെലവുകൾ, എതിരെ കളിക്കാൻ വന്ന ടീമിൻ്റെ പൈസ ഏതാണ്ട് ഒരു 70-80 കോടി രൂപയ്ക്ക് മുകളിലായിരിക്കും. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ 39 കോടിക്ക് ഒരു വർഷത്തെ മുഴുവൻ കാര്യങ്ങൾ നടത്തുന്ന സ്പോർട്സ് കൗൺസിലിൻ്റെ അവസ്ഥ. ഇനി ഇതെല്ലാം പോട്ടെ, നമ്മൾ 100 കോടി രൂപ കണ്ടെത്തി, എവിടെ കളിക്കും? ഗ്രൗണ്ട്, ഏത് ഗ്രൗണ്ടിൽ കളിക്കും? പറഞ്ഞേക്കുന്ന കൊച്ചി അല്ലെങ്കിൽ ഗ്രീൻഫീൽഡ്. പക്ഷേ രണ്ടും ഗ്രീൻഫീൽഡിൻ്റെ ഒരു കഥ അറിയാം. ഗ്രീൻഫീൽഡ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഒരു ഹോം സ്റ്റേഡിയമാണ്. ക്രിക്കറ്റ് ടീമിൻ്റെ, ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ആർക്കും അറിയില്ല. എല്ലാവരുടെയും ധാരണ
ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് കളിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയം എന്നാണ്. പക്ഷേ ഈ സ്റ്റേഡിയം നിർമ്മിക്കുമ്പോൾ മുതൽ ഫുട്ബോൾ ടീമിൻ്റെ ഹോം സ്റ്റേഡിയമായി ഉപയോഗിക്കാൻ പറ്റുന്ന അവസരത്തിലാണ് ഇന്ന് വരെ അവിടെ ഒരു ഫുട്ബോൾ കളി നടന്നിട്ടില്ല. ഇതാണ് അവസ്ഥ. അവിടെ ഫുട്ബോൾ കളി നടക്കണമെങ്കിൽ ഫിഫ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങളുണ്ടാകണം. അത്രയും പ്രാക്ടീസ് മാച്ചുകൾ നടത്തണം. ടർഫ് അങ്ങനെ ആയിരിക്കണം. ഇവിടെ എവിടെ കൊണ്ടുവച്ച് ഇപ്പൊ നിലവിൽ KC അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ 20-25 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് അവർ ആ പിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ക്രിക്കറ്റ് കളിക്കാൻ തിരിച്ചു പൊളിച്ചിട്ട് ഒരു ഫുട്ബോൾ നടത്താന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. കാരണം കോൺട്രാക്ട് ഉണ്ടാവും. ജവഹർലാൽ സ്റ്റേഡിയം, കൊച്ചിയിൽ ജവഹർലാൽ സ്റ്റേഡിയത്തിൽ കളിക്കാന്ന് വെച്ചാൽ അത് ഫിഫയുടെ സ്റ്റാൻഡേർഡിലുള്ള സ്റ്റേഡിയമേ അല്ല. അതിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അവിടെ കളിക്കുന്ന ടർഫിന് അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. ഡ്രെയിനേജിൻ്റെ പ്രശ്നമുണ്ട്. ഇതെല്ലാം അവിടെ നിലനിൽക്കുന്നത്. ഫിഫ ഒരു കാരണം വെച്ചാൽ അവിടെ കളിക്കാൻ സമ്മതിക്കില്ല. അർജൻറ്റീന ടീം കളിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഈ ചർച്ചകളുണ്ട് ഒരു ഗുണമുണ്ടായി. 2 സ്റ്റേഡിയം നിർമ്മിക്കാൻ കേരളം തീരുമാനിച്ചു. അതെ, അർജന്റീനയുടെ പേരിൽ നമുക്കുണ്ടായ ഏക ഗുണം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മലപ്പുറത്തും കോഴിക്കോടുമായിട്ടാണ് 2 സ്റ്റേഡിയം. 110 കോടി രൂപയാണ് ഒരു സ്റ്റേഡിയം ഫിഫയുടെ നിലവാരത്തിൽ ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഇനി ആ സ്റ്റേഡിയം നിർമ്മിച്ച് കളിക്കാൻ വരുമ്പോൾ ഇപ്പോഴത്തെ അർജന്റീന കളിക്കാരെല്ലാം റിട്ടയറായി കഴിഞ്ഞു. മെസ്സി കളി ഏതാണ്ട് ആ അവസ്ഥയിലാണ്. മെസ്സി വരുമോ എന്നുള്ള കാര്യത്തിലുള്ളത് ഉറപ്പില്ല. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് ആ സ്റ്റേഡിയം നിർമ്മിച്ച് കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് ഈ കാലം കഴിയും. പിന്നെ ഇതിന് പുറമെ നമ്മൾ കാണേണ്ട വേറെ കാര്യം, ഇവർക്ക് പ്രാക്ടീസിനുള്ള ഗ്രൗണ്ട് കൊടുക്കണം. പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത് അതേ സ്റ്റാൻഡേർഡ് കൂടിയിട്ടുള്ള പ്രാക്ടീസ് ഗ്രൗണ്ട് കൊടുക്കും. ഇപ്പൊ നമ്മളിപ്പോ എറണാകുളത്ത് വെച്ചിട്ട് മത്സരം നടത്താൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. കുഴപ്പമില്ലാത്തൊരു ആവറേജ് പിച്ച് അതാണ്. പ്രാക്ടീസ് നമ്മൾ ഇവിടെ സ്ഥലം കൊടുക്കും. അതിന് സ്ഥലമില്ല. അതേ ഗ്രൗണ്ട് പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കില്ല. കഴിഞ്ഞ സൂപ്പർ കപ്പ് നമ്മുടെ കേരളത്തിൽ വെച്ച് നടന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രാക്ടീസ് ചെയ്യാൻ സ്ഥലം കോഴിക്കോട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാച്ചിന് ശേഷം അവർ തിരിച്ച് കൊച്ചിയിലേക്ക് തന്നെ വന്നേക്കായിരുന്നു. അപ്പൊ ആ സാഹചര്യമാണ് നമ്മളെ അത് കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ വരുന്നില്ല. അർജന്റീന ടീം അങ്ങനെ സുരക്ഷാ പ്രശ്നത്തിന്റെ കാര്യമായി നമുക്കിത് അർജന്റീന ടീമിനെ കൊണ്ടുവന്നാൽ ഏതെങ്കിലും താരങ്ങളെയൊക്കെ കൊണ്ടുവരാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ പെലെ, നെയ്മർ, മാർട്ടിനസ് വന്നു, കൊൽക്കത്ത വന്നു. അതുപോലെ വരാൻ പറ്റും. ഇത് സത്യത്തിൽ ഈ ടീമിനെ ഒന്നാകെ കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ കുറച്ച് കളിക്കാരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഫുട്ബോൾ മേഖലയ്ക്ക് ഭയങ്കരമായൊരു ആവേശം ഉണ്ടാകും. പണ്ട് ഇന്ത്യയിൽ പെലെ വന്നപ്പോൾ പെല മരിക്കുന്നതിന് ഏതാണ്ട് 10 വർഷം മുമ്പ് കൽക്കട്ടയിലാണ്. കൽക്കട്ട ഇളക്കി മറിച്ചു. അന്ന് പെലക്ക് 77 വയസ്സ്. കൽക്കട്ട ഇളക്കി മറിച്ചുകൊണ്ടാണ് പെല പോയത്. 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. 77 വയസ്സിലാണ് വന്നതെന്ന് ആലോചിക്കണം. ആ സമയത്ത് എയർപോർട്ട് മുതൽ സ്റ്റേഡിയം വരെയും ഹോട്ടൽ വരെയും ജനസമുദ്രമായിരുന്നു അക്ഷരാർത്ഥത്തിൽ. അത് ബംഗാളുകാരൊന്നുമല്ല, കേരളത്തിൽ വണ്ടി പിടിച്ച് പെലെ കാണാൻ വേണ്ടി പോലുണ്ട്. അത്രയ്ക്ക് ആഗ്രഹമുണ്ട് ഇവരൊക്കെ ആരാധിക്കുന്നവരടുത്ത് കാണാൻ ഒരു ആഗ്രഹം ആർക്കും ഉണ്ടാവും. അപ്പം വെറുതെ ഇങ്ങനെ മോഹം കൊടുക്കുക അതൊരു ചീറ്റിംഗ് ആണ് യഥാർത്ഥത്തിൽ. ചിലപ്പോൾ ഇനി മെയിലൊക്കെ അയച്ച് ശരിയായിരിക്കും, ഇതൊക്കെ കൊണ്ടുവരും. പക്ഷേ നമ്മൾ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ നടത്താൻ പറ്റുമോ എന്നുള്ള കാര്യം അതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. എന്നിട്ടാ നമ്മൾ ശരിക്കും മെയിൽ അയക്കാൻ പാടുള്ളൂ. ഇത് ചെയ്യേണ്ടിയിരുന്നത് ഈ പറഞ്ഞ കോഴിക്കോട് മഞ്ചേരിയിലും ആയിട്ട് സ്റ്റേഡിയം നിർമ്മിക്കാൻ മതി. ആ സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ അർജന്റീനയെ കൊണ്ടുവരുന്നു പറഞ്ഞാൽ വിശ്വസിക്കാനുള്ള സാധ്യതയുണ്ട്, വിശ്വസിക്കാനുള്ള സാഹചര്യമുണ്ട്. വേണമെങ്കിൽ നമുക്കത് ചെയ്യാം, നമുക്ക് സ്പോൺസർഷിപ്പിനൊക്കെ പിടിച്ച് കൊണ്ടുവരാം. പക്ഷേ അത് ചെയ്യാതെ ഈ സ്റ്റേഡിയത്തിൽ കളിക്കാൻ വേണ്ടി അവിടെ നിന്നൊരു ടീമും കാര്യം അവരുടെ ക്ലബ് സ്റ്റേഡിയങ്ങൾ പോലും ഫിഫ പറയുന്ന അതേ നിലവാരത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് പോലും ഇവിടെ കളിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. അപ്പോൾ യഥാർത്ഥ പ്രശ്നം മറന്നുകൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞ് ആൾക്കാരെ മോഹിപ്പിക്കാം. ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇവിടെ ഒന്ന് കളിച്ചു. ക്രിക്കറ്റിൻ്റെ സ്റ്റാൻഡേർഡ് അത് മതി. BCCI നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ICC നിർദ്ദേശിക്കുന്ന മാനദണ്ഡം ഇവിടെ ഉണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ യോഗ്യതാ മത്സരങ്ങൾ ഇന്ത്യയിൽ ചോദിച്ചതാണ്. ഇന്ത്യയിൽ ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ല. കാര്യം ഇന്ത്യയിൽ പോലും അത്തരത്തിലൊരു സ്റ്റേഡിയം ഇപ്പോൾ 1-2 സ്റ്റേഡിയം വന്നു ചോദിച്ചാൽ ആ സമയത്ത് കളിക്കാനുള്ള സ്റ്റേഡിയമില്ല. കേരളം ആവശ്യപ്പെട്ടു വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ട്. അഭിപ്രായം പറഞ്ഞ് മാനദണ്ഡം അനുസരിച്ച് സ്റ്റേഡിയം കാണിച്ചു തന്നാൽ അവർ പരിശോധിച്ച് തരാതെ. അതായത് നമുക്ക് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ പ്രത്യേകതയാണ്. പക്ഷേ നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുള്ള അടിസ്ഥാന സൗകര്യം ഇൻഫ്രാസ്ട്രക്ചർ നമുക്കില്ല. അപ്പൊ ശരിക്കും ആ മെയിൽ അയക്കുന്ന സമയത്ത് അതിനുശേഷം നമ്മൾ ഈ ഇത്തരം കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഒരു കാര്യം, ജൂണിലാണ് അവർ പുറത്ത് പോയി കളിക്കുന്നത്. അർജന്റീൻ ടീം സാധാരണ കളിക്കുന്നത് ജൂണിലാണ്. അപ്പോൾ ജൂൺ മാസം കഴിഞ്ഞ ജക്കാർത്തയിൽ കളിച്ചത് ജൂണിലായിരുന്നു. അപ്പോൾ ജൂൺ ജൂലൈ മാസത്തിലാണ് അവർ കളിക്കുന്നത്.
അപ്പോൾ ജൂൺ മാസത്തിന് മുമ്പ് നമുക്ക് ഈ സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. മാത്രമല്ല ഇവിടെ നമ്മളൊരു ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് മുൻകൂട്ടിയൊക്കെ പ്ലാൻ ചെയ്യണം. ജൂൺ മാസം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു അവസ്ഥ അറിയാം. ഒരു മഴ സീസൺ നിൽക്കുന്ന സമയത്താണ്. വേറൊരു കാര്യമുണ്ട്, ആ സമയത്താണ് കോപ്പ അമേരിക്ക നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് മാറിയിട്ട് ഇവിടെ ഒരു ഫ്രണ്ട്ലി മാച്ചിന് മാത്രമായിട്ട് അവർ ഇങ്ങോട്ട് വരും. സാധ്യതയില്ല. അവർ ഫുട്ബോളിനെ അങ്ങനെ കാണുന്നവരാണ്. അവർക്കങ്ങനെ സഞ്ചരിച്ച് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ കേരളത്തിലെ ഫാൻ ബേസ് കണ്ട് വളരെ ആകർഷകരാണ്. അവരുടെ ഒഫീഷ്യൽ സൈറ്റിനകത്തെല്ലാം കേരളത്തിലെ ഫാൻ ഫൈറ്റുകളൊക്കെ അവർ കാര്യമായി ഫോളോ ചെയ്തതാണ്. അവരുടെ ഒഫീഷ്യൽ TV ചാനലിൽ കേരളത്തിന് ഭയങ്കരമായി പ്രൊമോട്ട് ചെയ്തതാണ്. അതൊക്കെ അവർ ചെയ്യും എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത്രയും ഫാൻ ബേസ് ഉണ്ട്. ഞങ്ങൾ ഫാൻസിന് വേണ്ടി അവരുടെ സ്റ്റാൻഡേർഡ് ഇട്ട് കളിക്കാൻ അവർ തയ്യാറാണ്. കാരണം ഈ ഫെഡറേഷൻ ശരിക്കും ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ അവർക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് വെച്ചിട്ടായിരിക്കും അവർ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്റർനാഷണൽ സമ്മിറ്റ് ഒക്കെ വരുവാണ്, ആ സമയത്തേക്ക് ഏതെങ്കിലും ഇന്റർനാഷണൽ താരത്തെ, ഇപ്പൊ അർജന്റീന തന്നെ ഒരു താരത്തെ കൊണ്ടുവരാം. എനിക്ക് തോന്നുന്നു പഴയകാല താരങ്ങളും കോച്ചും ഒക്കെ ഈ സമ്മിറ്റ് പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് ഇപ്പൊ ലൈവായിരിക്കുന്ന ആരെ വേണം അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കളി കഴിഞ്ഞ് മാറി നിൽക്കുന്നവരെ കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ എന്ത് ചെയ്യും, ഈ ഒരു സമ്മിറ്റിന് ഒരു പേര് ലഭിക്കുകയും ചെയ്യും. നമ്മുടെ ആരാധകർക്ക് കാണാനുള്ള അവസരം ആശ്വാസം കിട്ടുകയും ചെയ്യും. അതെ, ടീമിനെ മൊത്തം കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ സബ്മിറ്റിന്റെ ഭാഗമായി അർജന്റീന ഇത് വന്നത്. പക്ഷേ ചെയ്യേണ്ടിരുന്നത് നമ്മളെ 110 കോടി രൂപയുടെ സ്റ്റേഡിയം ഉണ്ടാക്കും, അതിൻ്റെ ഒരു ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരാം. അതിന് ചിലപ്പോൾ പുറത്തുനിന്ന് സഹായമൊക്കെ നമുക്ക് കിട്ടിയേക്കാം, സ്പോൺസർഷിപ്പൊക്കെ കിട്ടാം. പക്ഷെ ഒരു മാച്ചിന് വേണ്ടി ഇത്രയും പൈസ സ്പോൺസർഷിപ്പ് കേരളം പോലൊരു സ്ഥലത്ത് കിട്ടുന്നതായിരിക്കും. നമ്മൾ അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ ഒരു ടിക്കറ്റിന് ഒരു 5000 രൂപയെങ്കിലും റേറ്റ് വരും ഉറപ്പായില്ല. അപ്പൊ സാധാരണക്കാരന് കാണാനുള്ളൊരു പ്രശ്നമുണ്ടാവും. പക്ഷെ കാണാൻ ആളുണ്ടാവും. പക്ഷെ നമുക്ക് ചെറിയ ഒരു അത്ര ഫാനായി നിൽക്കുന്ന, സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന കുറച്ച് പേർക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർ റോഡിൽ നിന്ന് കാണുക എന്നുള്ള അത്രേ ഉള്ളൂ. മാത്രമല്ല നമ്മൾ ഇങ്ങനെ 110 കോടി രൂപ സ്റ്റേഡിയം ഉണ്ടാക്കുമ്പോൾ അതിനകത്തൊരു കപ്പാസിറ്റി ആലോചിച്ചു നമുക്ക് എത്രമാത്രം ഈ ഓഡിയൻസ് കപ്പാസിറ്റി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമ്മൾ ആലോചിക്കണം. നമ്മുടെ സന്തോഷ് ട്രോഫി കണ്ടക്ട് ചെയ്ത സമയത്ത് അതിനുശേഷം കേരളം വിൻ ചെയ്തതിനു ശേഷം മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു നമുക്കൊരു ഈ സ്റ്റേഡിയത്തിന്റെ ഇത് വർദ്ധിപ്പിക്കുമെന്ന്, ഓഡിയൻസിന് ഇരിക്കാവുന്ന ഇരിപ്പിടങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന്. ഇതുവരെ അത് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ അങ്ങനെ പലതും നമ്മൾ ചെയ്യാൻ കിടക്കുന്നു. നമ്മുടെ ഒരു വലിയ പ്രതിസന്ധി ഇതിനു വേണ്ടി ചിലവഴിക്കാനുള്ള പൈസ കണ്ടെത്തുന്നതിൽ നമുക്കൊരു വലിയ പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി മറികടക്കാതെ നമുക്ക് ഇത്തരം പ്രഖ്യാപനങ്ങൾ പ്രാവർത്തികമാക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ ഈ സംസാരത്തിലല്ല, പ്രവൃത്തിയിലാണ് കുറച്ചുകൂടെ കാണിക്കാനുള്ളത്. എനിക്ക് പറഞ്ഞാൽ കേരള പോലീസിൻ്റെ സ്റ്റേഡിയം, ചന്ദ്രസേന സ്റ്റേഡിയം ഫുട്ബോളിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയാണ്. പക്ഷേ ഇപ്പോൾ അവിടെ ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല. ഇപ്പോൾ അവിടെ സിന്തറ്റിക് ട്രാക്കുണ്ട്, രാവിലെ വൈകിട്ട് നമുക്ക് നടക്കാം, ഓടാം, അതൊക്കെ ചെയ്യാം. അതിനൊക്കെ സ്പ്രിൻ്റൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, അത്ര ഗതികെട്ട് കിടക്കണം, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. കേരള പോലീസിൻ്റെ കയ്യിലായതുകൊണ്ട് ഇത്രയും കാലം മെയിൻറ്റെയിൻ ചെയ്തത്. പക്ഷേ കേരള പോലീസിൻ്റെ കയ്യിലാണ് ആ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ അത് കേരള പോലീസിൻ്റെ മാത്രം ബാധ്യതയായി കാണുമ്പോഴാണ് നമുക്ക് പ്രശ്നമുണ്ടായി. ഇവിടുത്തെ ഫുട്ബോൾ പ്രേമികളും സർക്കാരും എല്ലാം അതിനൊരു സംവിധാനം ഉണ്ടാക്കി അതിനെ നിലനിർത്തണമായിരുന്നു. കേരളത്തിൽ ടർഫിൽ കളിക്കാനാണെങ്കിൽ ആവശ്യം പോലെ നിലവാരമുള്ള ടർഫുണ്ട്. അർജന്റീന ആർക്കും കൂടെ വന്ന് കളിക്കാൻ പറ്റുന്ന ടർഫുണ്ട്, ഇൻഡോർ ടർഫുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു സ്റ്റേഡിയം, അത് ഒരു അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാതെ അതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാന്നുള്ളൂ. നേരത്തെ ഈ പറഞ്ഞല്ലോ സ്പോർട്സ് സബ്മിറ്റ് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു വലിയ ഒരു പോസിറ്റീവ് ഒരു സാധനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറ്റേ സ്പോർട്സ് സബ്മിറ്റിനെ ഈ മുൻകാല കായിക താരങ്ങളും പരിശീലകരും കായിക സംഘടനകളും ഒളിമ്പിക് അസോസിയേഷൻ അടക്കമുള്ള കായിക സംഘടനകളും എല്ലാം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനൊക്കെ ഈ കേരളത്തിലെ സ്പോർട്സ് സബ്മിറ്റിന് വലിയ പ്രതീക്ഷയോടുകൂടിയാണ്. കാരണം പ്രൂവ് ചെയ്ത ഒരു സാധനമാണ്. കാര്യം EA സ്പോർട്സുകാർ വരുന്നുണ്ട്, അതുപോലെ ഈ സ്പോർട്സ് കമ്പനികൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പ്രോഡക്റ്റുകൾ ഇറക്കുന്ന കമ്പനികളുടെ ഏറ്റവും പ്രധാന CEO-യും മാനേജിംഗ് ഡയറക്ടർ, CEO, ചെയർമാൻ അടക്കമുള്ള പ്രതിനിധികൾ സബ്മിറ്റിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അതൊരു വലിയ സംഭവമാണ്. കാര്യം അവർക്ക് ഇതിനെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ കിട്ടും. ഇവിടുത്തെ ഒരു സാഹചര്യം നമ്മൾ അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുത്താൽ നമുക്ക് സ്പോർട്സിന്റെ റിച്ച് കൾച്ചറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തിയാൽ നമ്മൾ അവർക്ക് ആവശ്യമായ ഫെസിലിറ്റി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഉറപ്പായിട്ട് ഇതുപോലത്തെ സ്റ്റേഡിയങ്ങൾ ഉണ്ടാവും. അതിപ്പോൾ സർക്കാർ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, അവർക്ക് ചെയ്യാം. അങ്ങനെ നമുക്കൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി അതിപ്പോൾ KCAയുടെ സ്റ്റേഡിയം INFSL ചെയ്ത് അത് അങ്ങനെയാണല്ലോ കൊടുത്തത്. സ്ഥലം നമ്മൾ കൊടുത്തു, ഒരു ചെയ്തു. അതുപോലെ ഈ ഇൻ്റർനാഷണൽ സബ്മിറ്റ് വരുന്ന ആർക്കെങ്കിലും തോന്നിയാൽ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ കുറിച്ച് അവർക്കൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കും, അതിനൊരു തർക്കമില്ല. അപ്പോൾ
അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അർജന്റീന ടീമിനോട് വരാൻ താല്പര്യമുണ്ട്, നിങ്ങളൊരു സ്റ്റേഡിയം നമുക്ക് ഉണ്ടാക്കി തന്നാൽ അവരോട് ഒന്ന് കളിച്ചോട്ടെ എന്ന് പറയാം. അപ്പോൾ ആ സ്പോർട്സ് സബ്മിറ്റ് ഒരു വലിയ സംഭവമായി മാറിയേക്കും. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ചർച്ചയുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് അത് തോന്നുന്നത്. നമുക്ക് ഇതൊരു അർജന്റീന നമ്മുടെ നാട്ടിലേക്ക് വരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഒരുപാട് കടമകൾ. ഇപ്പോൾ നമ്മൾ മലപ്പുറത്തൊക്കെ ഈ സെവൻസിൻ്റെ സീസൺ മറ്റേ ഇൻ്റർനാഷണൽ മാച്ചുകളെല്ലാം കുറഞ്ഞ ഒരു സീസണാണ്. ഈ സമയത്ത് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളൊന്ന് ഉണർത്താൻ ഈ ചർച്ചയ്ക്കായി, അവർക്കത് ആവശ്യം കൊണ്ട് അങ്ങനെ വന്നു. ഇതൊരു സ്പോർട്സ് സബ്മിറ്റിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടാണ്. പക്ഷെ നമ്മളിപ്പോൾ മറ്റു മീഡിയകളൊക്കെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ തന്നെ പ്രമുഖ ചാനലുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ കേരളം ഇങ്ങനെ ഒരു ഇത് നടത്തിയിട്ടുണ്ടെങ്കിൽ ചർച്ച വന്നു. ഇതിന്റെ കൂടെ ശരിക്കും ആ സബ്മിറ്റും കൂടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ വലിയ എനിക്ക് തോന്നുന്നത് സബ്മിറ്റിലേക്ക് വരുന്ന അവർ ഈ ഇൻ്റർനാഷണൽ ബ്രാൻഡഡ് കമ്പനികളൊക്കെ അവിടെ വരുമ്പോൾ അവരിവിടെ നടക്കുന്നത് വെച്ചാൽ അവരുടെ ഇൻ്റർണൽ സർക്കിളിൽ ഒരു വൈഡായി അത് പ്രൊമോട്ട് ചെയ്യും. കാര്യം അവർക്ക് കിട്ടുന്നൊരു അവസരമാണ്, ഇന്ത്യയിൽ അവർക്ക് കിട്ടുന്നൊരു അവസരമാണ്. അതൊരു അഡിഡാസൊക്കെ വന്ന് ചെയ്യുമ്പോൾ അവർക്കൊരു പ്രൊമോഷനാണ്. അതുകൊണ്ട് അവരിതിന് മാക്സിമം പ്രചാരണം കൊടുക്കും. ഇത് മറ്റു രാജ്യങ്ങളിലേക്ക് എത്തും. കാര്യം ഇവിടെ വരുന്ന പുറത്തുനിന്ന് വരുന്ന ഈ ആ ലിസ്റ്റ് നോക്കിയാൽ അറിയാം, യൂറോപ്യൻ കമ്പനികൾ വരുന്നുണ്ട്, യൂറോപ്യൻ സ്പോൺസർമാർ വരുന്നുണ്ട്. അവരെ നമ്മളിത് ബോധ്യപ്പെടുത്തി കൊടുത്തു. നമുക്ക് ഒരുപാട് സംഭവം ഇപ്പോൾ ഗ്രീൻഫീൽഡല്ല, ഇപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡ്, മൂന്നാറിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമുണ്ട്, നമ്മളെ ഷൂട്ടിംഗ് റേഞ്ചുണ്ട്, നമ്മളെ ടെന്നീസ് കോർട്ടുകളുണ്ട്. അതൊക്കെ അവരെ കാണിച്ചു കൊടുക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ തയ്യാറാവുകയും ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായ നേട്ടം ഉണ്ടാകും. അതിനകത്ത് ഒരു അങ്ങനെയാണ് അത് വളർത്തിക്കൊണ്ട്. അല്ല, അർജന്റീന ടീം ഇവിടെ കളിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നല്ല കാര്യമാണ്. അത് ഞങ്ങൾക്ക് ഈ സ്റ്റേഡിയം നിങ്ങളൊന്ന് ആരെങ്കിലും ഒന്ന് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അവരാരെങ്കിലും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനം വളരെ സ്പീഡിൽ അവർ പൂർത്തിയാക്കും. പ്രത്യേകിച്ച് കാര്യമായിട്ട് ഗ്രീൻഫീൽഡിൻ്റെ കാര്യമായാലും ഇപ്പോഴത്തെ ഒരു പൊതുമരാമത്ത് വകുപ്പിൻ്റെയൊക്കെ വർക്കിൻ്റെ നല്ല സ്പീഡിലെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ സ്പീഡിൽ കാര്യം നടക്കും. ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടാണ് നമുക്കുള്ളത്. അത് ഏതെങ്കിലും സ്പോൺസർമാർ കൈകാര്യം ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ട് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമെങ്കിലും ഒരു വർഷം കൊണ്ടൊക്കെ ഈ സ്റ്റേഡിയം പണി തീർക്കാൻ കഴിയുന്നതാണ്. അതെ, ഇത് മുമ്പ് ഈ ചർച്ച വന്നപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞിരുന്നത് നമുക്ക് ആ എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രാസ് റൂട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൂടെ. അപ്പോൾ ശരിക്ക് അങ്ങനെ ചെയ്ത് നമുക്ക് നാളത്തേക്ക് ഒരു താരങ്ങളെ വളർത്തിയെടുക്കേണ്ടതാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് പറയുമ്പോൾ ഇത് നമ്മൾ 40 കോടി രൂപ അല്ലെങ്കിൽ 70 കോടി രൂപ മുടക്കി അർജന്റീന ടീമിനെ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യണ്ട. നമ്മൾ ഈ കഴിഞ്ഞ നാഷണൽ ഗെയിംസിന്റെ നമ്മുടെ കേരളത്തിന്റെ റിസൾട്ട് നോക്കിയാൽ മതി. കളറിപ്പേറ്റ് ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അതെ. അപ്പം ഇവിടെ അതെന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം താരങ്ങൾ സ്വിമ്മിങ് താരങ്ങൾ പോയി, അവർ ജനറൽ കമ്പാർട്ട്മെന്റിൽ പോകേണ്ടി വന്നു. അവസാനം ഇത് പത്രത്തിൽ വാർത്ത ആയതിനു ശേഷമാണ് അവർക്ക് സ്ലീപ്പർ ടിക്കറ്റെങ്കിലും കിട്ടിയത്. സ്ലീപ്പറാണ് കിട്ടിയതെന്ന് ഓർക്കണം. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എ സി കോച്ചിലും ഫ്ലൈറ്റിലും വരുന്ന സ്ഥാനത്ത് ഇവിടുന്ന് സ്ലീപ്പറിൽ ആണ് നമ്മുടെ കുട്ടികൾ പോകുന്നത്. അതാണ് നമ്മുടെ അവസ്ഥ. ഗ്രാസ് റൂട്ട് ഈ ഓരോ തവണ ഇത്തരം വലിയ ചർച്ചകൾ വരുമ്പോഴും ഇത്തരം അവാദങ്ങൾ വരും. നമുക്കത് ഗ്രാസ് റൂട്ട് ലെവൽ ചിലവാക്കിയപ്പോൾ എത്ര അടുത്ത് ഗ്രാസ് റൂട്ട് ലെവൽ ചിലവാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഫോളോ അപ്പ് അല്ലെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ പ്രൊജക്ടുകൾ നമ്മൾ പലത് കൊണ്ടുവരും. ഒരുപാട് പ്രൊജക്ട് ഉണ്ട്. ഗോ ഫോർ ഒളിമ്പിക്സ്, ഗോ ഫോർ ഒളിമ്പിയ, എത്ര ഇത് സ്കൂൾ തലങ്ങളിലൊക്കെ നമുക്ക് പ്രോജക്റ്റുകളുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ റിസൾട്ടാണ് ഇത്തവണ നാഷണൽ ഗെയിംസ്. കളറിപ്പേറ്റൂടെ ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥയാണ്. കേരളം എവിടെ ചെന്നിരിക്കുകയായിരുന്നു? കേരളം പരമ്പരാഗതമായി കൈവശം വെച്ചിരുന്ന മെഡലുകളെല്ലാം പോയി. സ്വിമ്മിങ്ങിന് സജൻ പ്രകാശ് റിട്ടയർ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത ആളില്ലാത്ത അവസ്ഥയായി. ആ മെഡലും ഇല്ല, ആ അവസ്ഥയായി. അപ്പോൾ ആ അവസ്ഥ എന്നിട്ടാണ് നമ്മൾ അർജന്റീനയെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റം വരണം. അങ്ങനെ ഒരു മാറ്റം വന്നു കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ താരങ്ങൾക്ക്, നമ്മുടെ ഇവിടുത്തെ ഫുട്ബോൾ താരങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ എത്ര സ്റ്റേഡിയങ്ങളുണ്ട് ഇവിടെ? ഇപ്പോൾ മലബാർ, എറണാകുളത്തുണ്ട്. മലബാർ മേഖലയിൽ കാര്യമായിരുന്നു ഒരു അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തത്. ഈ കൊല്ലം, തിരുവനന്തപുരം ഭാഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ഭാഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്നാൽ നല്ല താരങ്ങൾ ഇവിടുത്തെ ഇന്ത്യൻ ടീമിൽ കളിച്ച താരങ്ങൾ സ്ഥലമാണ്. ഈ തിരുവനന്തപുരത്തെ റൂറൽ മേഖല, മത്സ്യത്വ ആ തീരദേശ മേഖലയിലൊക്കെ നല്ല താരങ്ങളുണ്ട്. പക്ഷെ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ സ്ഥലമില്ല. ഇപ്പോൾ ഏതാണ്ട് 1-2 സ്ഥലങ്ങളുണ്ടെന്നല്ല, ഈ ടർഫുകൾ അല്ലാതെ മറ്റൊരു സ്ഥലവും ഇല്ല. നല്ല ഒന്നാന്തര സ്റ്റേഡിയങ്ങളെല്ലാം മറ്റ് പരിപാടിയൊക്കെ കൊടുത്ത് കുഴിച്ച് നശിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ശരിക്കും നമ്മൾ ഇതുകൊണ്ടൊരു ഗുണം ഉണ്ടായി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അത് ഈ ഒരു ഇത്തരം ഒരു ചർച്ചയിലേക്ക് വീണ്ടും ആൾക്കാരെ കൊണ്ടുവന്നു. എന്നാൽ നല്ലത് നമുക്കും താല്പര്യമുണ്ട്. നമ്മളും ഇതൊക്കെ അർജന്റീനയിൽ പോയി നമുക്ക് കാണാൻ പറ്റില്ല, യൂറോപ്പിൽ പോയി കാണാൻ പറ്റില്ല. ബാക്കി കഴിഞ്ഞ വേൾഡ് കപ്പ് ഖത്തർ ആയതുകൊണ്ട് നമ്മൾ കുറേ പേർക്ക് പോയി കാണാൻ പറ്റി. ഇനി അങ്ങോട്ട് വരുന്നത് നമുക്ക് പോയി കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിലായിരിക്കില്ല.
അപ്പോൾ ഇവരെയൊക്കെ അടുത്ത് കിട്ടിയാൽ കാണാം, സന്തോഷിക്കാം, വരണം എന്നാണ് ആഗ്രഹം, വരണം, ഇവിടെ കളിക്കണം. അതെ, അവർ പോയി കഴിയുമ്പോൾ ആ സ്റ്റേഡിയം നമ്മുടെ താരങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് അവർ വരികയും കളിക്കുകയൊക്കെ ചെയ്യണം. വരട്ടെ, നമുക്ക് നോക്കാം. ഈ മെയിലിൻ്റെ മറുപടി ഒന്ന് വന്നോട്ട്.